Hi, welcome to another session of newspaper analysis brought to you by IIN IAS Ignite Foundation. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ആൻസേഴ്സ് പദ്ധതിയ. സോ yesterday we had an orientation session. സോ അതിനകത്ത് നമ്മൾ എന്തിനാണ് പേപ്പർ വായിക്കുന്നത്, എങ്ങനെ വായിക്കണം, നമ്മുടെ ഈ ക്ലാസ് എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഡു ഗിവ് ഇറ്റ് എ വാച്ച്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക. സോ ബേസിക്കലി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് 5 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. സോ നമ്മൾ എങ്ങനെയായിരിക്കും കവർ ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു അനാലിസിസിലേക്ക് നമ്മൾ നേരെ കിടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദി സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്. ഒന്നുകൂടെ പറയുകയാണ്, ബിക്കോസ് നമ്മൾ ഒരു ദിവസത്തെ 2-3 ലീഡിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇന്നത്തേക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. അതിനകത്ത് ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള നല്ലൊരു ആർട്ടിക്കിളാണ് വന്നത്. ഒരു റിട്ടയർഡ് IAS ഓഫീസർ എഴുതിയിട്ടുള്ളതാണ്. ദാറ്റ് വിൽ ബി ഡിസ്കസിംഗ്. അതിനുശേഷം റൈനോസ് എന്നുള്ള കാര്യം നമുക്കറിയാം, ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അതിന്റെ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ടെക്നിക്ക് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹിന്ദു എഡിറ്റോറിയൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതല്ലാതെ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ലൈക്ക് ഫാൻ 2.0, എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ, പിന്നെ നമുക്ക് നമ്മുടെ നോമിനേഷനിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിലേക്ക് കടക്കുന്നതിന് മുന്നേ I have a request for you. കണ്ടോ ഈ കാണുന്ന ആള് നമ്മുടെ കൂടെ ഈ എന്നും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോ ഇദ്ദേഹത്തിന് നമ്മളൊരു പേര് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പോപ്പുലർ സജഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് എന്ത് പേര് കൊടുക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അതൊന്ന് കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യാം. ഡീസന്റ് ആയിട്ടുള്ള പേര് ഇടുക. ആൻഡ് എന്റെ പേര് കൊടുക്കരുത്, ബിക്കോസ് നമ്മളൊരു ടീമായിട്ടായിരിക്കും സംഭവം എടുക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് എല്ലാവരുടെയും ഒരു തീരുമാനം അനുസരിച്ച് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു പേര് കൊടുത്ത് നമ്മൾ ഇദ്ദേഹത്തിന് കൂടെ നമുക്ക് കയ്യിൽ കൂടാം. ഓക്കെ, സോ ഇത് ഓർമ്മിക്കുക. നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So this is actually linked to GS paper 3, wherein it is actually talking about the conservation of environment and the waste management കുറിച്ചൊക്കെയാണ് നമുക്ക് വരുന്നത്. GS paper 3 ഡയറക്ട്ലി ലിങ്ക് ആണ്. സോ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറയുന്നത് ഇന്ത്യയുടെ ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മിസ്റ്റർ അരുൺ ഗോയലാണ്, അദ്ദേഹം റിട്ടയർഡ് IAS ഓഫീസർ ആണ്. സോ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ ആക്ച്വലി ഇറ്റ് ഇസ് ഫോക്കസിംഗ് ഓൺ ദി ഡീകാർബണൈസേഷൻ പ്രോസസ് എന്നാണ്. അതായത് കാർബണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കാർബണൈസിംഗ് ദി അറ്റ്മോസ്ഫിയർ ആണ്. ഡീകാർബണൈസേഷൻ മീൻസ് വി ആർ റെഡ്യൂസിംഗ് ദി ഡിപെൻഡൻസി ഓൺ ഫോസിൽ ഫ്യൂൽസ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ റാപ്പിഡ് ആയിട്ട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുന്നു. അതുകൂടെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് EVയുടെ അഡോപ്ഷൻ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്കുള്ള പുഷ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ ലിഥിയം ബാറ്ററിയുടെ ഡിമാൻഡ് ആക്ച്വലി ഇപ്പൊ റൈറ്റ് നൗ ഇറ്റ് ഇസ് അറൌണ്ട് 4 gigawatt hour. ഓക്കെ, ഇത് 2023 ഒരു ഇതാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു സ്കൈ റോക്കറ്റ് ടു 139 kilowatt hour. ഒന്ന് ആലോചിച്ച് നോക്കുക. ബൈ 2035 within a span of like 10 yearsനകത്ത് നമുക്ക് എന്ത് വലിയൊരു ജമ്പാണ് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. ബിക്കോസ് ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി സെക്ടർ ഇസ് എക്സ്പാൻഡിങ്. ആൻഡ് ഇവിടെ പറയുന്നതാണോ ഇന്ത്യസ് നെറ്റ് സീറോ ഗോൾ വി ആർ ഗോയിങ് ടു അച്ചീവ് ബൈ 2070. ഇതെന്താണ് ഈ നെറ്റ് സീറോ ഗോൾ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ പാരീസ് അഗ്രിമെന്റ് എന്ന് നമ്മൾ പറയും. അതിൽ നമ്മുടെ പ്രധാനമന്ത്രി 2021 ഗ്ലാസ്ഗോ സമ്മിറ്റിലെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ടാർഗറ്റ്സ് നമ്മൾ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എല്ലാ കൺട്രീസും എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പഞ്ചാമൃത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാർഗറ്റ്സ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായി ഒരു 500 gigawatts ഓഫ് നോൺ ഫോസിൽ ഫ്യൂവലിന്റെ എനർജി കപ്പാസിറ്റി ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയാണ് 50% ഓഫ് അവർ എനർജി സെക്ടർ റിസോഴ്സസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള ടാർഗറ്റും അതിന്റെ ഇന്റൻസിറ്റിയിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇതെല്ലാം നമ്മുടെ 2030 അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നെറ്റ് സീറോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ വി ആർ പ്ലാനിങ് ടു അച്ചീവ് ബൈ 2070. ഇതിനൊക്കെ 2030 അതിന് 2070. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് ഈ നെറ്റ് സീറോ അച്ചീവ് ചെയ്യുന്നത്. എന്താണ് ഈ നെറ്റ് സീറോ? നെറ്റ് സീറോ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു രാജ്യത്ത് ഒരുപാട് എമിഷൻസ് നമ്മൾ നടക്കും. ഫാക്ടറീസും ഫോസിൽ ഫ്യൂൽ ബേണിംഗ് നമ്മുടെ ഒക്കെ ആയിട്ട് കുറെ ബേൺ ചെയ്ത് ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്ത് എമിഷൻസ് ഉണ്ടാവും.
ആ എമിഷൻസ് പോകുന്നത് പോലെ തന്നെ നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നത്, ഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസിലൂടെയും നമ്മുടെ വേറെ കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയും. അതായത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അതായത് റെഡ്യൂസിംഗ് ദി amount of carbon dioxide in the atmosphere. അപ്പൊ നമ്മൾ എമിറ്റ് ചെയ്യുന്നത് ഒരു സൈഡിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ച് എടുത്ത് കൊണ്ടുവരുന്നത് വേറെ സൈഡിലുണ്ട്. അപ്പോ ദ നെറ്റ് ഓഫ് ദീസ് ടു, അതായത് നമ്മൾ എമിറ്റ് ചെയ്യുന്നത് എത്രയാണോ അത്രയും തന്നെ നമ്മൾ തിരിച്ചെടുക്കുക അന്തരീക്ഷത്തിൽ നിന്ന്. അങ്ങനെയാണ് നമ്മൾ നെറ്റ് സീറോ അച്ചീവ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് നമ്മൾ എമിറ്റ് ചെയ്യത്തില്ല എന്നുള്ളതല്ല, അങ്ങനെ നമുക്ക് ഒരു എക്കണോമിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് സീറോയിൽ നമ്മൾ എത്രത്തോളം എമിറ്റ് ചെയ്യുന്നു അതിനത്ര തന്നെ നമ്മൾ തിരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ നെറ്റ് സീറോ അച്ചീവ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട്, ടെക്നിക്കലി എക്കണോമിക്കലി. അപ്പോ വേറെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അതൊരു 2050 ചെയ്യാനാണ് അവർ ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്കണോമിക്കലും ഡെവലപ്മെന്റൽ നീഡ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് തന്നെ 2070 ഓൾസോ അംബിഷ്യസ്, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു എത്രമാത്രം സ്കൈ റോക്കറ്റിനായി ചെയ്യാൻ പോകുന്ന ഈ ബാറ്ററീസിന്റെ ഡിമാൻഡ്. അപ്പൊ നമ്മൾ ഈ ബാറ്ററി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് അത് നശിക്കുമല്ലോ. ഈ നശിച്ചതിന് ശേഷം അത് എങ്ങനെയാണ് നമ്മൾ ആ വേസ്റ്റ്, ഈ വേസ്റ്റ് എന്ന് പറയുന്നത് അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇതിനകത്ത് ഒരു എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ആക്ച്വലി 2011 ഇ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസിന്റെ അകത്താണ് ഇത് ആദ്യമായിട്ട് ഈ കൺസെപ്റ്റ് വരുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. പ്രൊഡ്യൂസർ എന്ന് അതിനകത്ത് പറയുന്നത്, അപ്പൊ ആരാണോ ഈ വേസ്റ്റ് അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് എക്വിപ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹം തന്നെ, ആ ഒരു മാനുഫാക്ചറർ പ്രൊഡ്യൂസർ തന്നെ അതെങ്ങനെ റീസൈക്കിൾ, അതിന്റെ എൻഡ് യൂസ് കഴിഞ്ഞതിന് ശേഷം അതിനെ റീസൈക്കിൾ ചെയ്ത് തിരിച്ച് ആ ഒരു വാല്യൂ ചെയിനിലേക്ക് കൊണ്ടുവരാനായിട്ട് അവര് നോക്കണം, അവർ ശ്രദ്ധിക്കണം. അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ഒരു പ്രൊഡ്യൂസർ, എവിടെയോ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ലാസ്റ്റ് എൻഡ് യൂസ് വരെയുള്ള സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വേണം, ലേബർ വേണം, അതൊക്കെ വേണം. അപ്പൊ എന്ത് ചെയ്യും? ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് എടുത്ത്, അതായത് കുറെ റീസൈക്ലേഴ്സിനെ അവര് റിലൈ ചെയ്യും. റീസൈക്ലേഴ്സിനെ ലോജിസ്റ്റിക്സ് ലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ആണ് ഞാൻ ഈ പറഞ്ഞതിനാണ് അവിടെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോ ഈ റീസൈക്ലേഴ്സിന് ആക്ച്വലി എന്താ, അവർ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ ജോലി. അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ പേ ചെയ്യണമല്ലോ. അത് ഈ റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊണ്ട് ലേബർ കോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ അവർക്കും ചെയ്യണം, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്യണം, ലേബർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഇതൊക്കെ അവർക്ക് കാശ് വേണം. അപ്പൊ ഈ കാശ് ആര് കൊടുക്കും? ഈ പ്രൊഡ്യൂസേഴ്സ് റീസൈക്ലേഴ്സിനെ കൊടുക്കും. അതിനെയാണ് നമ്മൾ EPR ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്. So it is the minimum price that should be paid by the producers to the recyclers, so that അവർക്ക് റീസൈക്കിൾ ചെയ്ത് ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ചെയ്തതിനു ശേഷം ഈ റീസൈക്ലേഴ്സ് EPR സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഇഷ്യൂ ചെയ്യും. എന്തിനാ? പ്രൊഡ്യൂസേഴ്സിന്. നമുക്കറിയാം പ്രൊഡ്യൂസറുടെയാണ് റെസ്പോൺസിബിലിറ്റി, EPR എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. ആ പരിപാടി റീസൈക്ലേഴ്സ് ചെയ്തതിനു ശേഷം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസേഴ്സ് അവർക്കെല്ലാം നോംസ് ഉണ്ടാവില്ല ഇത്രയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് ചെയ്തു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫാണ് EPR സർട്ടിഫിക്കറ്റ്സ്. അപ്പൊ ഈ EPR സർട്ടിഫിക്കറ്റ് ഓബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യണം എല്ലാ പ്രൊഡ്യൂസർ. അപ്പൊ ഇതിനകത്ത് എന്താണ് ഈ പ്രശ്നം? ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹർഡിൽ എന്ന് പറയുന്നത് ഈ EPR ഫ്ലോർ പ്രൈസ് ഭയങ്കര ലോ ആണ്. അതായത് ഇപ്പോ നമുക്ക് ഈ കളക്ട് ചെയ്യാനും ഈ ബാറ്ററീസ് ഒക്കെ നമുക്ക് എടുത്തിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിന് സ്കിൽഡ് ലേബർ വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ, ഇതിനൊക്കെ റീസൈക്ലേഴ്സിന്റെ കോസ്റ്റ് ഉണ്ടാവും. അവർക്ക് കിട്ടേണ്ട കാശ് നമ്മൾ അത്രത്തോളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം വരുന്നത് അവർ ഈ സെക്ടർ വിട്ടു പോകും. അവർക്ക് ലാഭമില്ല. ഇവര് ബിസിനസ് റൺസ് ഓൺ പ്രോഫിറ്റ്. അപ്പൊ അവർക്ക് ലാഭമില്ലാത്ത ബിസിനസ്സിൽ അവർ പോകുമ്പോൾ കുറെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള റീസൈക്ലേഴ്സ് വരും. അവർ ഫ്ലറിഷ് ചെയ്യുന്ന അവർ ഫേക്ക് ആയിട്ടുള്ള EPR സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോ നമുക്കറിയാം നമുക്ക് ഇവിടെ കറൻസി എക്കണോമിയിലുണ്ട്. ഫേക്ക് കറൻസി വരുമ്പം അതൊരു എക്കണോമിക്കലി ഡിസ്റ്റോർഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ ഡിസ്റ്റോർഷൻ വരും. ഈ ഒരു സെക്ടർ തന്നെ തകരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഫാൾസ് റീസൈക്ലിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയും ഡൈല്യൂട്ട് ആകപ്പെടുകയാണ്. അപ്പോ ഇതിനകത്ത് ഇന്ത്യയിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണമെന്ന് ഇദ്ദേഹം പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള EPR ഫ്ലോർ പ്രൈസിംഗ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ടറിൽ കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഇതിനകത്ത് ഞാൻ നമ്മുടെ എന്തുമാത്രം കുറവാണ് എന്ന് കാണിക്കുന്നതിനകത്ത് ഇദ്ദേഹം എൻഡ് ഓഫ് ദി ആർട്ടിക്കിളിൽ പറയുന്നത് UK ഈ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ റീസൈക്കിൾസ് കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി ഇൻ റുപ്പീ ടേംസിൽ 600 രൂപ പെർ കിലോഗ്രാം ഓഫ് ദി EV ബാറ്ററി റീസൈക്ലിംഗ് ആണെങ്കിൽ ഇന്ത്യയിൽ അതിന്റെ 1/4 കുറവാണ്.
ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ട് സ്ഥലത്ത് പ്രൈസിന്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇത് പറയുന്നത്. ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ പർച്ചേസിംഗ് പവർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK എന്ന് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പോലും 100 രൂപ ഇരിക്കുന്നതിന്റെ 1/4 കുറവാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അത് നഷ്ട കച്ചവടമാണ്. അപ്പൊ റീസൈക്ലേഴ്സ് അതിന് അവർക്ക് വേണ്ട ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക. അത് ആ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് കണ്ടോ. ടു പ്രൊട്ടക്ട് ദി ലെജിറ്റിമേറ്റ് റീസൈക്ലേഴ്സ് ആൻഡ് എൻകറേജ് കംപ്ലയൻസ്, India must adopt a globally fair and comparable EPR4 price. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് പറയുന്ന ആർക്കും ഇത് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒന്നുമല്ല. ഇൻ സിമ്പിൾ ടേംസ് ദേ ആർ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിനെ ഇതാക്കുക. അപ്പം ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെ റീസൈക്ലേഴ്സ് അവരുടെ പ്രോഫിറ്റ് ചുരുക്കി ഈ ഒരു പരിപാടി ചെയ്തതിനെക്കാട്ടിലും ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറേഴ്സ് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അതിന് കുറച്ചത് ചെയ്തിട്ട് അവരുടെ റീസൈക്ലേഴ്സിനെ കൊടുത്ത് ഇത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് ഈ പരിപാടി നടക്കും. അപ്പൊ ദേ ആർ ദ വൺസ് ടു ടേക്ക് ദി സ്റ്റെപ്പ്. ആൻഡ് ഓൾസോ ദ ഗവൺമെന്റ് ഓൾസോ ആസ് ഈ ഒരു റെഗുലേറ്ററി ഫീൽഡിനകത്ത് ഫെയർ ആയിട്ട് EPR പ്രൈസിംഗ് കൊണ്ടുവരിക എന്നതാണ് ഈ ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇ-വേസ്റ്റ് മാനേജ്മെന്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ ഫ്യൂച്ചർ ഇയേഴ്സ് അത് ഒരു നല്ല സിസ്റ്റമായി മാറും. ഇത്രയുമാണ് കേട്ടോ ഈ ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ആക്ടിലേക്ക് പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ബിക്കോസ് ഇന്ന് നമ്മൾ പറയുന്നതൊക്കെ ഏറെക്കുറെ എൻവയറൺമെന്റ് റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. ബിക്കോസ് ഈ ന്യൂസ് പേപ്പർ വാസ് ഫുൾ ഓഫ് എൻവയറൺമെന്റ് റിലേറ്റഡ് ആർട്ടിക്കിൾസ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നതാണ് റൈനോ പോപ്പുലേഷന്റെ കൺസർവേഷൻ. അപ്പൊ ഈ റൈനോ പോപ്പുലേഷനകത്ത് ഇത് ആക്ച്വലി നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ റൈനോ പോപ്പുലേഷൻ ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഇപ്പൊ ഈ റൈനോ ഇത് നമ്മുടെ ഗ്രേറ്റർ ഇന്ത്യൻ വൺ ഹോൺ റൈനോ എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ റൈനോന്റെ അവര് ഇവിടെ കണ്ടോ കൊമ്പുണ്ട്, ദ ഹോൺസ്. ഈ ഒരു ഹോണിന് വേണ്ടിയിട്ട് ഈ റൈനോനെ ഭയങ്കര രീതിയിൽ പോഷ് ചെയ്യപ്പെടുകയും മുൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ് 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിൽ 5 lakhോളം പോപ്പുലേഷൻ ഉണ്ടായിരുന്ന റൈനോ right now it has declined to 27,000. ഒന്ന് ആലോചിച്ചോക്കെ എത്രമാത്രം സ്റ്റീപ്പാണ് ഡിക്ലൈൻ എന്നുള്ളത്. അപ്പൊ ഇത് ചെയ്യുന്നത് കൊണ്ട് വി ആർ ഹാവിംഗ് ആക്ച്വലി ലോട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ടു കൺസർവ് ദീസ് റൈനോ സ്പീഷീസ്. ഒരുപാട് സ്പീഷീസ് ഇതുകൊണ്ടായിരുന്നു. അപ്പൊ ഈ റൈനോനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ള ഇന്നോവേറ്റീവ് ഐഡിയയാണ് വന്നേക്കുന്നത് ബൈ റേഡിയോ ആക്റ്റീവ് ഹോൺസ്. അതെന്താണ് കൺസെപ്റ്റ്? ഇത് സൗത്ത് ആഫ്രിക്കയിലാണ് ഇത് ട്രൈ ചെയ്യുന്നത്. വാട്ടർബർഗ് ബയോസ്ഫിയർ റിസർവ് ജസ്റ്റ് കേട്ടാൽ മതി. വാട്ടർബർഗ് ബയോസ്ഫിയർ റിസർവ് ഇറ്റ് ഇസ് ഇൻ സൗത്ത് ആഫ്രിക്ക. അവിടെ ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സപ്പോർട്ടിലൂടെ ദേ ലോഞ്ച്ഡ് എ പ്രോജക്ട് കോൾഡ് റൈസോടോപ്പ്. നമുക്ക് റൈനോ പ്ലസ് ഐസോടോപ്പ് അതിനെ കൊണ്ട് അതിന് റേഡിയോ ആക്റ്റീവ് ആക്കാം. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് സ്കൂളിൽ പഠിക്കുന്നതാണ്, കോളേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഐസോടോപ്പിനെ നമ്മൾ ഹോൺസിലേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്യും. അപ്പോൾ അത് ആക്ച്വലി ഒരു നോൺ ഇൻവേസീവ് പ്രോസസ് ആണ്. അത് പറയുന്നത് തന്നെ ഈ ഐസോടോപ്പ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാം ദി റൈനോസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഹോൺസിനെ യൂസ്ലെസ് ആക്കി മാറ്റും ആസ് വെൽ ആസ് പോയ്സണസ് ടു ദ ഹ്യൂമൻസ്. അപ്പോ ഈ ഹോൺസിന് ആക്ച്വലി വലിയൊരു ട്രേഡ് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ആ ട്രേഡ് മാർക്കറ്റിൽ ഇതിനൊരു വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ആരെങ്കിലും ഹണ്ട് ചെയ്താൽ അതിനെ ഹോൺ എടുക്കുമോ? ഇല്ല. ആ ഒരു രീതി കുറെ കൂടെ കുറയാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ആക്ട് ആസ് എ ഡിറ്ററന്റ് ടു പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അതിന്റെ ഒരു പോപ്പുലേഷൻ കുറച്ച് സ്റ്റേബിൾ ആയി ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ ഹണ്ട് ചെയ്യപ്പെടുന്നത് അതിന്റെ വാല്യൂവിനെ നമ്മൾ കുറയ്ക്കുന്നു, thereby protecting that species. അപ്പൊ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഫൗണ്ട് ടു ബി കംപ്ലീറ്റ്ലി സേഫ് ഫോർ ദി ആനിമൽ. പിന്നെ ഇങ്ങനെ കുറെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം ഇതൊരു നോൺ ഇൻവേസീവ് പ്രോസസ് ആണ്. അതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ ടോട്ടൽ മോണിറ്റർ RPMs വെച്ചിട്ടാണ് ആക്ച്വലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഐസോടോപ്സ് അറിയാം. റേഡിയോ ഐസോടോപ്സ് എന്താണെന്ന് ജസ്റ്റ് പറയാം, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. റേഡിയോ ഐസോടോപ്സ് ആർ റേഡിയോ ആക്റ്റീവ്. സോ അതൊരു റേഡിയോ ആക്റ്റീവ് എമിഷൻസ് നടത്തും. എന്തിനാ ചെയ്യുന്നത്? അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റമാണ്. അപ്പോൾ ഓൾ അൺസ്റ്റേബിൾ ആറ്റംസ് ട്രൈ ടു ബി സ്റ്റേബിൾ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു പ്രൊട്ടക്ട് ദ റൈനോസ്. സോ ദിസ് ഇസ് ആക്ച്വലി എ ബെസ്റ്റ് പ്രാക്ടീസ് that can be emulated in the Indian rhinoceros as well. ഇത് നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇത് നമുക്ക് പല സംഭവങ്ങളുണ്ട്. നമ്മുടെ സ്പീഷീസിനെ നമുക്ക് കൺസർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഇത് കാണാം. ഇത് ഇത്രയും എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഐ ഷോ യു 2021 വേൾഡ് റൈനോ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2500ഓളം ഈ പറഞ്ഞ റൈനോസിന്റെ കൊമ്പില് ഇല്ലീഗലി ട്രേഡ് ചെയ്യപ്പെട്ട സംഭവത്തിനെ എസ്റ്റാമിൽ പിടിച്ചെടുക്കപ്പെടുന്ന സാധനത്തിനെ അവര് പബ്ലിക്കലി ബേൺ ചെയ്തു, ഒരു വലിയ സെറമണി ആയിട്ട് ബേൺ ചെയ്തു. അന്നത്തെ സമയത്ത് ഇതാണോ സെപ്റ്റംബർ 22, 2021 അന്ന് വലിയൊരു ആർട്ടിക്കിൾ ആയിട്ട് ഹിന്ദുവിൽ വന്നിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ന്യൂസ്. അതിന്റെ കാര്യമില്ല.
ഈ റൈനോസ് ഹണ്ട് ചെയ്യപ്പെടുന്നത് ഈ കൊമ്പിനല്ലേ. അപ്പൊ ഈ കൊമ്പിന് ഇത്രയും വലിയ കൊമ്പിനെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുന്ന സമയത്ത് ആ കൊമ്പിനൊന്ന് ഓൾറെഡി ആനിമൽ എന്തായാലും ചത്തു. അപ്പൊ ഈ കൊമ്പിനെ വീണ്ടും ഇത് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് സോൾഡ് എവറി ടൈം. അത് ഇല്ലീഗൽ ട്രേഡ് നടക്കും. അപ്പൊ കംപ്ലീറ്റ്ലി ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു വലിയൊരു മെസ്സേജ് ആണ് സെൻഡ് ചെയ്യപ്പെടുന്നത്. റൈനോസ് ആർ വെരി കൺസേർഡ് സ്പീഷീസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും സ്പീഷീസ് കൺസർവേഷനെ പറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി സൈറ്റഡ് ആസ് എൻ എക്സാമ്പിൾ. സോ ഈ രണ്ട് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യു ക്യാൻ സി നമ്മുടെ ഒരു റെഡ് ബോർഡർ കൊടുത്താണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. സോ ദോസ് ടോപ്പിക്സ് വിൽ ബി ലീഡിംഗ് ആർട്ടിക്കിൾസ്. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കുറച്ചുകൂടെ ലെസർ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, പക്ഷേ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. എനിക്ക് മാറ്റർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു UPSC ആസ്പിറന്റ് എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. എന്താണ് പറയുന്നത്? ട്രസ്റ്റ് ഇൻ ദി ഇലക്ട്രൽ സിസ്റ്റം. ഇറ്റ് ഈസ് ആക്ച്വലി ലിങ്ക് ടു ദ GS2 സിലബസ്. അതിനകത്ത് നമ്മൾ ECI കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തായി സംഭവം പറയുന്നത്? ഇറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ബിക്കോസ് ദ യൂസ് ഓഫ് ദ വേർഡ്സ് ആൻഡ് ദ വേ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് ഈസ് വെരി ഗുഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the credibility of an electoral system is actually going to be dependent solely on the how fair it is. നമുക്കറിയാം, ഒരു ഡെമോക്രസിയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആണ്. നമ്മൾ പണ്ട് ഹിസ്റ്ററി സെമിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്രമാത്രം ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അവിടുത്തെ ഗവർണൻസ് സിസ്റ്റം ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ. ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രൈമറി മാൻഡേറ്റ് തന്നെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം ഇന്ത്യയിൽ. ബിക്കോസ് ദാറ്റ് വിൽ ഡെവലപ്പ് ദി ട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി ഗവൺമെന്റ്. അതാണ് ഏറ്റവും വലിയ ഫാക്ടർ. അപ്പോ ഈ ആർട്ടിക്കിൾ എഡിറ്റോറിയൽ ആക്ച്വലി പറയുന്നത് ഒരു ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ ആ ഒരു ട്രസ്റ്റ്, ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി അത് ഫെയർ ആയിട്ട് കാണപ്പെടണം, എസ്പെഷ്യലി ബൈ ദ പീപ്പിൾ ഹു ആർ ഇൻ ദ ലൂസിംഗ് സൈഡ്. കാരണം അവർക്കൊരു ഉറപ്പുണ്ടാവണം, അവർക്ക് ഈ ഒരു ഇലക്ഷൻ സിസ്റ്റത്തിൽ റിഗ് ചെയ്യപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ അതിലൊരു ടാമ്പറമെന്റ് നടന്നത് കൊണ്ടല്ല അവർ തോറ്റതെന്നും അവർ ജെന്യുവൻലി തോറ്റതാണെന്ന് അവൻ വിശ്വസിച്ചാൽ മാത്രമേ ആ ഒരു ഇലക്ട്രൽ പ്രോസസ്സ് ഒരു ക്രെഡിബിൾ ആയിരിക്കുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാണ് ആക്ച്വലി ഈ എഡിറ്റോറിയൽ എന്ന് തുടങ്ങുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഈ ഒരു റിട്ടേൺ അവർക്ക് തോന്നുന്നുണ്ടായി കഴിഞ്ഞ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് വരും. ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വളരെ ഹാർംഫുൾ ആണ്. ബിക്കോസ് സോഷ്യൽ ക്യാപിറ്റൽ, ആ ഒരു സൊസൈറ്റിയിലെ എത്രമാത്രം ട്രസ്റ്റ് ബിൽഡ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇതിനകത്ത് രണ്ട് രീതിയിലും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ അത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, എന്റെ പേര് കണ്ടില്ല, കുറെ പേര് പോകുന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോ ആക്ച്വലി ഒരു ഇൻസിഡന്റ് ഉണ്ടായി ബീഹാറിൽ. അവിടെ ഒരു ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞത് ആക്ച്വലി ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി എ പ്രോബ്ലം, നോട്ട് എ പ്രോബ്ലം വിത്ത് ദി ഇലക്ഷൻ കമ്മീഷൻ. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്, വി ആർ നോട്ട് ഗോയിങ് ടു സേ ദ നെയിംസ് ഓർ എനിത്തിങ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വെൻ ദേ റേസ് എ കൺസേൺ അഗൈൻസ്റ്റ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓർ ഹൂവർ ഇറ്റ് ഈസ്, നമ്മളത് ഒന്നിന് രണ്ട് പ്രാവശ്യം ഡബിൾ ചെക്ക് ചെയ്തിട്ടേ പറയാം. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പൊ അതിനെതിരെ നമ്മളൊരു വോയിസ് ഉയർത്തുമ്പോൾ നമ്മളെതിരെ വളരെയധികം പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. Because trust in the electoral system is the foundation of a representative democracy. Trust ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ. അല്ലാന്നുണ്ടെങ്കിൽ പീപ്പിൾ ദേ ലീവ് അക്കോർഡിംഗ് ടു ദിയർ ലൈഫ്സ്. അവർക്ക് ഇഷ്ടമുള്ള ചെയ്യും, റിബലായിരിക്കും, കുറെ സ്ട്രൈക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തും, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അത് ഗവൺമെന്റ് നടത്തിക്കുന്നത് തന്നെ ഭയങ്കര ഹാനികരമായിട്ടുള്ള കാര്യമാണ്. സോ ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പോലും ഇലക്ഷൻ കമ്മീഷനും വളരെയധികം ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ബി വെരി എഫിഷ്യന്റ് ആസ് വെൽ ആസ് ന്യൂട്രൽ. പാരപക്ഷമില്ലാതെ അവര് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എപ്പോഴും എടുക്കണം. എവിടെയൊക്കെ ഈ നമുക്കറിയാം, ഈ ആർട്ടിക്കിൾ 324 വഴി ഇലക്ഷൻ കമ്മീഷനാണ് റെസ്പോൺസിബിലിറ്റി. ഈ പ്രിപ്പറേഷൻ ഓഫ് ദ റൂൾസ്, ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, ഇലക്ഷൻ എപ്പോൾ നടക്കണമെന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത്, പിന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്. നമുക്ക് ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായാലും ഇന്ന് സംസാരിക്കാൻ, ഇന്ന് അനൗൺസ് ചെയ്യാൻ പാടില്ല, റീജിയൻ ഉപയോഗിക്കാൻ പാടില്ല, മറ്റൊരു ഇതാക്കാൻ പാടില്ല, രീതിക്ക് പറയാൻ പാടില്ല, കുറെ റൂൾസ് ഉണ്ട്. ഇതിനെ എത്രമാത്രം ഫെയർ ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, വൈകി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ശിക്ഷയാണ് അത് ചെയ്യുന്നത്, ഇതാണ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നു, നമ്മുടെ കൗണ്ടിങ് നടക്കുന്ന സമയത്ത് എത്രമാത്രം ഫെയർ ആയിരിക്കുന്നു, ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നന്നായിട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഒരുപാട് കൺസേൺസ് റേസ് ചെയ്യപ്പെടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് EVMs, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്, അത് ടാമ്പർ ചെയ്യുന്നതിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അങ്ങനെ നടക്കത്തില്ല. ഇപ്പോ ഈ ഇലക്ട്രൽ റോൾ എന്റെ പേരില്ല, അവന്റെ പേരില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്യണമായിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ അത് മാത്രമല്ല ഈ DE പാറ്റ് എന്ന് പറയും, നിങ്ങൾ ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള വയസ്സൊക്കെ ആയിട്ടുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു DE പാറ്റ് നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ എന്ത് ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഒരു പേപ്പറിൽ വരും. അതിനാണ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അത് റിലയബിൾ എല്ലാം കൂടെ കൺസേൺസ് ഒക്കെ വരുമ്പോൾ അതൊരു പബ്ലിക്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇതിങ്ങനെയല്ല എന്നുള്ള കാര്യം, ECI is not coming clean out of all these accusations എന്നതാണ് പറയുന്നത്. അപ്പോ ഒരു ECI എന്ന് പറയുന്നത് അത്ര റെസ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കൺസേൺസ് റേസ് ചെയ്യുമ്പോൾ അവരും കുറെ കൂടി ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മേജർ സംഭവം. ജസ്റ്റ് ഓർത്തിരിക്കുക, ട്രസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഇത് നമുക്ക് നമ്മുടെ യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ശ്രീ രാജ്നാഥ് സിംഗ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ജസ്റ്റ് ഫോർ നോയിങ് ദ സ്റ്റഫ്, വുമൻസ് ഇൻക്ലൂഷൻ ഇൻ ദി ആംഡ് ഫോഴ്സസ് ഇസ് എ പ്രയോറിറ്റി ഫോർ ദി ഗവൺമെന്റ്. ഇത് നമ്മൾ ആംഡ് ഫോഴ്സ് നമുക്കറിയാം, അതിനകത്ത് എയർഫോഴ്സ്, നേവി, ആർമി ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു 13.4% ആംഡ് ഫോഴ്സസിലേക്ക് എയർഫോഴ്സിലാണ്, around 6%. So there is a long way to bridge the gender gap in that. പക്ഷേ അതിൻ്റെതായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കോൺട്രാക്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ബട്ട് യെസ്, വി ആർ ട്രൈങ് ടു ബിൽഡ് ആൻ ഇൻക്ലൂസീവ് പോളിസി. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ആൻഡ് ഈ ആർട്ടിക്കിൾ എടുക്കാൻ തന്നെ ജസ്റ്റ് ഒരു ഇത് പറയാണ്, ബിക്കോസ് UPSC now has a habit of asking about exceptions. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർമിയിൽ 12 ബ്രാഞ്ചസ് ഒക്കെ ആർമി മാത്രമേ വുമൻ അലോട്ടഡ് ആയിട്ടുള്ളൂ. പക്ഷേ ഇൻ ദ നേവി all the branches are actually open for women officers except marine, submarines. അതേപോലെ തന്നെ എയർഫോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ all the branches are open. അപ്പോ there can be a statement, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ആർമി, നേവി ഇതിനകത്തൊക്കെ ഇപ്പോ വുമന്റെ എല്ലാ ബ്രാഞ്ചസിലും ഓപ്പൺ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വന്നേക്കാം. നമുക്കറിയാം നേവിയിലും എയർഫോഴ്സിലും പറഞ്ഞാലും ഓക്കെയാണ്, പക്ഷെ നേവിനകത്ത് സബ്മറൈൻ കാറ്റഗറിയിൽ ഓപ്പൺ അല്ല. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട ഈ ഒരു ടൈമിൽ. പക്ഷെ എന്നാലും UPSCക്ക് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്, ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ പിക്ക് ചെയ്യാനുള്ള സംഭവം. സോ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിനകത്ത് ആക്ച്വലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഫ്രം അറൌണ്ട് ദി ന്യൂസ് പേപ്പർ. കുറച്ച് എക്സ്ട്രാസ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് വരുന്നത് ഏഷ്യൻ ജയന്റ് ടോർട്ടോയ്സ്. ഏഷ്യൻ ജയന്റ് ടോർട്ടോയ്സിനെ നമ്മൾ നാഗാലാൻഡ്, ഇറ്റ് ഇസ് ആക്ച്വലി ദ ലാർജസ്റ്റ് ഇൻ ദി മെയിൻലാൻഡ് ഏഷ്യ. ഓക്കെ, ലാർജസ്റ്റ് ടോർട്ടോയ്സ് സ്പീഷീസ് ഇൻ ദ മെയിൻലാൻഡ് ഏഷ്യ. ഇതിനെ നമ്മൾ നാഗാലാൻഡിലെ സിയാലാൻഡ് കമ്മ്യൂണിറ്റി റിസർവിനെ നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ഈ സിയാലാൻഡ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയ. ഓക്കെ, നമ്മൾ ഇന്ത്യയിൽ പലതരം പ്രൊട്ടക്റ്റഡ് ഏരിയസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, കമ്മ്യൂണിറ്റി റിസർവ്, കൺസേർവ് ഫോറസ്റ്റ്, ഇങ്ങനെ കുറെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് UPSC എവിടെയെങ്കിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ജസ്റ്റ് നോക്കിയിരിക്കുക, സിയാലാൻഡ് കമ്മ്യൂണിറ്റി റിസർവ് നമുക്ക് നാഗാലാൻഡിലാണ്. ഇതിന്റെ കൂടെ തന്നെ ഈ ഏഷ്യൻ ജയന്റ് ടോർട്ടോയ്സ്, ഇത് എന്താ പറയുന്നത്, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്. വാട്ട് ഇസ് ദാറ്റ്? അതാണ് നമ്മൾ നോക്കണം. There is a body called IUCN, okay, International Union for Conservation of Nature. ഇത് ആക്ച്വലി കുറെ സ്പീഷീസിനെ ഡെസിഗ്നേറ്റ് ചെയ്യും based on what threat they are facing. നമ്മൾ നേരത്തെ കണ്ടു റൈനോസിന്റെ കേസിൽ 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ 5 lakhs ഉണ്ടായിരുന്നത് ഇപ്പോൾ 27,000 അറൗണ്ടേ ഉള്ളൂ എന്നുള്ളത്. അത് എത്രത്തോളം സ്റ്റീപ്പ് ഡിക്ലൈൻ ആണ് ഫേസ് ചെയ്തത്. ഇതിനെക്കാട്ടിലും സ്റ്റീപ്പായിട്ട് ഡിക്ലൈൻ ഫേസ് ചെയ്ത സ്പീഷീസ് ഉണ്ട്. അപ്പോൾ way in which or the amount in which അവരുടെ ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ ആവുന്നു അതിനെ ബേസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്യും. എങ്ങനെയാ? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, വൾണറബിൾ, നിയർ ത്രെറ്റഡ് എന്ന് പറഞ്ഞത് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ഒരു ഏഷ്യൻ ജയന്റ് ടോർട്ടോയ്സ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി ഫേസിംഗ് ഹൈയസ്റ്റ് ലെവൽ ഓഫ് ത്രെറ്റ്. അപ്പൊ ഈ ഒരു സംഭവം വരുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, നമ്മൾ ഒരുപാട് സ്പീഷീസ് കാണുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ മറക്കും. എന്നിരുന്നാലും ട്രൈ ടു റിമെമ്പർ ആസ് മച്ച് ആസ് പോസിബിൾ. ജയന്റ് ഏഷ്യൻ ടോർട്ടോയ്സ് ആക്ച്വലി ഹാസ് ബീൻ റീഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നാഗാലാൻഡ്, വിച്ച് ഇസ് actually critically endangered species. ഇതൊക്കെ മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ട കാര്യമുള്ളൂ. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് തിങ്. ഇത് ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് വീട്ടിലൊക്കെ അച്ഛനമ്മമാർക്ക് കുറച്ച് അവരുടെ ഇൻകം ടാക്സ് ഫ്രീ ആകുന്ന കോൺഗ്രസ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആക്ച്വലി ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് കം അപ്പ് വിത്ത് എ ന്യൂ പ്രോജക്ട് ലാസ്റ്റ് ഇയർ. ദേ അപ്രൂവ്ഡ് ഇറ്റ്, PAN 2.0 എന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നുമല്ല, നേരത്തെ PAN തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറെ കൂടെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാം. എങ്ങനെയാ? നേരത്തെ പാനിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു 10 ഡിജിറ്റ് ആൽഫാന്യൂമറിക് നമ്പർ മാത്രമേ ഉണ്ടാവും. പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ് കേട്ടോ. അപ്പൊ ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഫയൽ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പം നേരത്തെ പേരും മാത്രമേ ഉണ്ടാവും. പക്ഷെ 2017 മുതൽ തന്നെ ആക്ച്വലി ഒരു QR കോഡിന്റെ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പക്ഷെ മുമ്പ് എടുത്തവർക്കൊക്കെ ഇപ്പോ ഒന്ന് അതിനെ റീഅപ്ലൈ ചെയ്ത് PAN 2.0 സ്കീമിൽ അവർക്ക് ഒരു പുതിയ QR കോഡ് ഇനേബിൾ ഉണ്ട്. അതായത് നമുക്കറിയാം നമുക്ക് എത്രമാത്രം ഡിജിറ്റൽ ടെക്നോളജി റവല്യൂഷൻ വന്നിട്ടുണ്ടെന്നുള്ളത്. അത് ബേസ് ചെയ്തിട്ട് ഒരു ന്യൂ ആയിട്ടുള്ള ഒരു കാർ എടുക്കുക എന്നുള്ളത് PAN 2.0 പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത്.
അതിനകത്ത് ഓൾഡ് കാർഡിനെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് ഈ അപ്ലൈ ചെയ്യുന്ന പ്രോസസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ദിസ് എ വെരി ഗുഡ് സ്റ്റെപ്പ്. ബിക്കോസ് നമ്മൾ പണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കൊടുത്ത് ഒരുപാട് ഡിലേ വന്ന് നമ്മൾ എഴുതിയൊക്കെ കൊടുക്കാം. ദിസ് ഇസ് ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി ഓൺലൈൻ. സോ ദിസ് ആർട്ടിക്കിൾ ആക്ച്വലി ഇസ് ഗോയിങ് ടു ഗിവ് us എ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതായത് നമുക്ക് ഈ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് പറയും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറ്റ് ഇസ് പ്രൊമോട്ടിംഗ് technology and ICT, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ their governance. അപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ആൻസർ ചെയ്തപ്പോഴത്തേക്കും ഒരു എക്സാമ്പിൾ ആയിട്ട് ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. നമ്മൾ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഇവിടെ പറയുന്നത് ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്. നീതി എന്ന് പറയുന്നത് ആക്ച്വലി നീതി ആയതാണ്. ഗവൺമെന്റ് ഒരു തിങ്ക് ടാങ്ക് ആണ്. നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ ഡിമാൻഡ്, അതായത് ബാറ്ററീസിന്റെ ഡിമാൻഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് അതൊരു അനാലിസിസ് നടത്തുന്നു. ഈ ഒരു ബോഡി നമ്മളിങ്ങനെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു ഈ ഗവൺമെന്റ് ഇന്ത്യ ഇസ് സ്ലോയിങ് ഡൗൺ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതിനകത്ത് അവർ പറയുന്നത് സോഫ്റ്റ് മാനേജ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് വേറൊന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം ചിലര് മടിക്കും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. കാരണം നല്ല കോസ്റ്റ് കാര്യമായിരിക്കാം, ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവും. എടുത്താതെ സംഭവിക്കും. നമ്മളെ കുറെ പൊട്ടിത്തെറിക്കുന്ന സ്പോട്ടൊക്കെ കണ്ടിട്ടില്ല. നമ്മളാണ് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല വരുന്നത്. ഇത് പറയുന്നത് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മാനേജ് പോകാം. വാട്ട് യു മീൻ ബൈ സോഫ്റ്റ് മാനേജ്? നമുക്കറിയാം പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മുടെ ബസ് കാര്യങ്ങളൊക്കെ, പബ്ലിക് ഫ്ലീറ്റ്സ്, നമ്മുടെ ഗവൺമെന്റ് വെഹിക്കിൾസ്, ഇതൊക്കെ ആക്ച്വലി ഒരു പാർട്ട് ഓഫ് എ ലാർജർ ഫ്ലീറ്റ്. അതില് ഒരു നല്ലൊരു പോർഷൻ വരുന്ന ഈ ഒരു സാധനങ്ങളെ നമ്മൾ ആദ്യം ഇലക്ട്രിഫൈ ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ അതൊരു നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ പബ്ലിക് ബസ്സസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇലക്ട്രിഫൈ ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗവൺമെന്റ് വെഹിക്കിൾസും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മാർക്കറ്റിലെ ഒരു നല്ലൊരു സിഗ്നൽ കൊടുക്കുകയും പീപ്പിൾ വിൽ സ്റ്റാർട്ട് അഡോപ്റ്റിംഗ് EV വെഹിക്കിൾസ് ഓൺ ദിയർ റൂട്ട്. ഇനി അങ്ങനെ ചെയ്ത് നമുക്കത് വരുന്നില്ലാന്നുണ്ടെങ്കിൽ വിൽ ബി സ്ലോലി മേക്കിംഗ് ഇറ്റ് സ്ട്രിഞ്ചന്റ് ഓവർ ദി ടൈം. ചെറിയൊരു സോഫ്റ്റ് ഇതായിട്ട് തുടങ്ങി കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആയിട്ട് പോകും. എക്സാമ്പിൾ, നമ്മുടെ ഡൽഹിയിൽ ആക്ച്വലി ഒരു 10 to 15 years 10 years ഒക്കെ ആയി കഴിഞ്ഞാൽ ഡീസൽ ആൻഡ് പെട്രോൾ വെഹിക്കിൾസ് അവിടെ റൺ ചെയ്യാൻ പറ്റില്ല. Either they have to sell it to some other state and buy a new vehicle, അല്ലെങ്കിൽ EV-യിലേക്ക് അഡോപ്റ്റ് ചെയ്യുക. ദാറ്റ് ഹാസ് എ മച്ച് മോർ വാലിഡിറ്റി. അപ്പൊ അങ്ങനെയാണ് അതൊരു സ്ട്രിഞ്ചന്റ് സംഭവമാണ്. നമുക്ക് പൈസ തൊട്ട് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ച് സ്ട്രിഞ്ചന്റ് മെഷറാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാധനങ്ങൾ ഒരു ആ രീതിയിലേക്ക് നമുക്ക് പോവാം. പക്ഷെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്ക് കൊണ്ടുവരുന്നതാണ് നീതി ആയോഗ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളൊരു ആദ്യത്തിലേക്ക് പോവാണ്, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ. അപ്പോ ഇത് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും E20 ഫ്യൂൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെട്രോൾ പമ്പിൽ കിട്ടുന്നത് 100% പെട്രോൾ അല്ല. ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് E20 ഫ്യൂൽ ആണ്. വിച്ച് മീൻസ് 20% of the fuel is actually ethanol. Ethanol plus ഇതാണ് നമ്മൾ E20 എന്ന് പറയുന്നത്. E20 അതായത് 80% മാത്രമേ പെട്രോൾ ആണ്. This is actually something a target that we set for 2030. ഈ E20 നമ്മുടെ ഫ്യൂൽ മിക്സ് ചെയ്ത് 2030 വേണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ അഡോപ്ഷന്റെയും ആ എഫിഷ്യൻസിനെയും 5 years ahead of the target നമ്മളത് അച്ചീവ് ചെയ്തു. ഇപ്പൊ ഇന്ത്യയിൽ കിട്ടുന്നതാണ്. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് നമ്മളിതിനെ കുറെ കൂടെ E20, E60, E100 വരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്തിനാണ് E20 അഡോപ്റ്റ് ചെയ്തത്? അത് ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ. ഇന്ത്യ ഇസ് ദി വേൾഡ്സ് 3rd largest consumer of crude oil. അപ്പോൾ അതിൽ തന്നെ 85% നമ്മൾ ഇമ്പോർട്ട് ആണ് ചെയ്തത്. അപ്പൊ നമ്മുടെ മേജർ ആയിട്ടുള്ള ആ ഒരു പൈസ എല്ലാം നമ്മൾ ഈ ഓയിൽ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കാം, 100% ഫ്യൂൽ 20% എത്തനോൾ ചേർക്കുമ്പോൾ അത്രയും പൈസ നമുക്ക് ലാഭമായില്ലേ? അപ്പൊ ഈ 20 എന്നുള്ളത് 40, 60, 100 ആയി കഴിഞ്ഞാൽ 100% എത്തനോൾ ഓടുന്ന ഒരു വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പൊ നമുക്ക് എത്രമാത്രം ഇമ്പോർട്ട് ബിൽസ് കുറയ്ക്കാൻ പറ്റും? ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. സിംപിൾ ടേണിംഗ്, അതുകൊണ്ടാണ് E20 പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ കുറച്ച് കൺസേൺസ് ഉണ്ട്. ഇപ്പൊ വരുന്ന കാർസ് ഒക്കെ കമ്പാറ്റബിൾ ആണ് കേട്ടോ, എന്നൊക്കെ ഈ ഒരു എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂൽ ഒക്കെ. പക്ഷെ നേരത്തെയുള്ള കാറുകളിൽ ഇത് അടിക്കുമ്പോഴത്തേക്കും എഞ്ചിൻ കുറച്ച് പ്രശ്നം വരുമ്പോൾ കൺസേൺസ് ഒരുപാട് റേസ് ചെയ്തു. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ കൺസേൺസ് ഇല്ല, അങ്ങനെ പോകുന്നതൊക്കെ ഒരു സയന്റിഫിക്കലി വാലിഡ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് ഇസ് അക്സെപ്റ്റിംഗ് വൺ തിങ്, ദാറ്റ് ഇതിന്റെ മൈലേജ് ഇച്ചിരി കുറവാണ്. അതിന്റെ കാര്യം പറയുന്നതല്ല, നമ്മൾ പഠിക്കുന്നതാണ് കാലറിഫിക് വാല്യൂ. അത് ഈ എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂലിന് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിമ്പിൾ കറൻസി പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് എക്കണോമിക് തന്നെയാണ്. അപ്പൊ മൈലേജ് കുറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ മാർജിനൽ ഡിക്രീസ് ആണ്. The benefits that we are getting out of this
can be acceptable because ഈ മാർജിനൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ഇത്രയും മാത്രമേ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് ദിസ് ഇസ് ജസ്റ്റ് വെരി ഗുഡ് ഫോട്ടോ ദാറ്റ് കേം ഇൻ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഗജപായന പ്രൊസഷൻ എന്ന് പറയുന്നത് അത് മൈസൂരിലാണെന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ബിക്കോസ് വി നോ ഗജപായന എന്ന് പറയുന്നത് വി ക്യാൻ റിലേറ്റ് ദാറ്റ് ഇതൊരു എലിഫന്റ് റിലേറ്റഡ് സംഭവമാണ്. പക്ഷേ എലിഫന്റ്സ് ആർ സീൻ വെരി ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. അപ്പൊ ഈ ഗജപായന പ്രൊസഷൻ ഇറ്റ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ മൈസൂർ, കർണാടക. ഇത് ചിലപ്പോൾ ചോദിക്കാം, പക്ഷേ ഇതൊരു ട്രിവിയൽ നോളജ് പോലെയാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം മതി. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലത്തെ സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സോ ആക്ച്വലി ക്വസ്റ്റ്യൻ ഇവയ്ക്കും എന്താ ചോദിച്ചിരുന്നത്, വിച്ച് ഇസ് ദ ലേറ്റസ്റ്റ് ഇൻക്ലൂഷൻ ഇൻ ദി ലിസ്റ്റ് ഓഫ് യുനെസ്കോ ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. യുനെസ്കോയുടെ ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഇന്നലെ കണ്ടു. എന്തായിരുന്നു ആൻസർ? ഇസ് ദർബാർ ഹൈറ്റ്സ്. ഇത് 2025 ഈ വർഷം പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലിസ്റ്റിൽ 2024 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ തന്നിരിക്കുന്ന ഇതിനകത്തൊക്കെ 2023 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്യപ്പെട്ട എന്താണെന്നുള്ള സംഭവം. അപ്പൊ അതിന് ആൻസർ ആക്ച്വലി വരുന്നത് ശാന്തിനികേതൻ ആൻഡ് ഹുസാലാസ് ആണ്. ആൻസർ ബി ആണ് ആൻസർ വരുന്നത്. ദിസ് ഇസ് ആക്ച്വലി ടു ഷോ യു ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ദിസ് ന്യൂസ് ബിക്കംസ്. അപ്പോ ഇപ്പൊ ആക്ച്വലി സാർനാഥ്, നമുക്കറിയാം ബുദ്ധയുടെ സൈറ്റ് ആണ്, ഏൻഷ്യൻ ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ് സാർനാഥ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ യുനെസ്കോയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് ദിസ് പ്രോസസ്? നമ്മൾ നോമിനേറ്റ് ചെയ്ത ഉടനെ ഇതൊന്നും ആവില്ല കേട്ടോ. അതിനെ ആക്ച്വലി വേൾഡ് ഹെറിറ്റേജ് സെന്ററിനകത്ത് അത് അക്സെപ്റ്റ് ചെയ്യണം. അവർ മീറ്റിംഗ് കൂടിയിട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ടേക്ക് 1.5 years മിനിമം. അപ്പോ ഇത് വർഷത്തിൽ ഒന്ന് മാത്രമേ ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റ് ഗൈഡ്ലൈൻസ് വെച്ച് നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ സാറിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് തന്നെ, പക്ഷെ നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ കണ്ടു നമുക്ക് ആദ്യം ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് കണ്ടു. അതിനകത്ത് നമ്മൾ EPR റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് തന്നെ ഫ്ലോർ പ്രൈസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫെയർ ആയിട്ട് സെറ്റ് ചെയ്യണം ഉടനെ, സോ ദാറ്റ് വി ക്യാൻ മാനേജ് ഇറ്റ് വെൽ. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത്തത് നമുക്ക് റൈനോ പോപ്പുലേഷൻ, അതിനെ കൺസർവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്തായിരുന്നു പറഞ്ഞ ആട്ടോമോട്ടോ റൈസോട്ടോപ്പ് പ്രോജക്ട് ഇറ്റ് ഇസ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഇനി നമ്മൾ പിന്നെ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ന്യൂസ് ഒക്കെ കണ്ടു. നമ്മുടെ പാൻ 2.0 എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് കണ്ടു. എന്തായിരുന്നു? നമ്മൾ പാനിനെ ഡിജിറ്റലൈസ് ചെയ്യുക, കുറെ QR കോഡ് ഇനേബിൾ ഫീച്ചേഴ്സ് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എന്ത് കണ്ടു? എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ, E20 ഫ്യൂവൽ. അതിനകത്തുള്ള കൺസേൺസ് എന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടന്റ്. ഇത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോ ഇത് മാത്രമല്ലാതെ നമ്മൾ ലാസ്റ്റ് സാർനാഥ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് നമ്മൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇതിന് മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ആക്ച്വലി കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. സോ ഇതിനകത്ത് എനിക്ക് ചെറിയൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. നമ്മള് ബീക്കൺ ഐലാൻഡ് ബീക്കൺ നമുക്ക് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇഗ്നൈറ്റ് ബീക്കൺ നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐലൻഡ് റിലീസ് ചെയ്ത ബീക്കൺ അത് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, വിച്ച് ഇസ് ആക്ച്വലി ഡിസൈൻ ഫോർ PCM സ്റ്റുഡൻസ്. അതായത് ഈ വർഷം പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ അടുത്ത വർഷം പരീക്ഷ എഴുതാൻ പോകുന്ന ഇപ്പൊ ഫോക്കസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഐലൻഡ് ബീക്കൺ. പക്ഷെ നിങ്ങൾക്ക് പകരെ തരുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾ അത് വായിച്ച് തീരത്തുമില്ല, വെറുതെ ആണ് ഡോക്യുമെന്റ് തരുന്നത്. സോ ഇഗ്നൈറ്റ് ബീക്കൺ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ വരുന്നതിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കേണ്ട ആർട്ടിക്കിൾസ് മാത്രം ഹാൻഡ് പിക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അത് നാളെ മുതൽ രാവിലെ 7:30 മണിക്ക് നിങ്ങൾക്ക് ബീക്കൺ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇതുപോലുള്ള അനാലിസിസ് വീഡിയോ ബൈ ദ ടൈം യു ഫിനിഷ് യുവർ കോളേജ് ആൻഡ് കം ഹോം ഒരു 4:30, 5 o'clock ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ അല്ലെങ്കിൽ പോസ്റ്റിൽ അവൈലബിൾ ആയിട്ട് വരും. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് സെഷൻ. മീറ്റ് യു ടുമോറോ. താങ്ക് യു. ബൈ.